എല്ലാവരെയും സ്പോക്കൺ ഇംഗ്ലീഷ് ഡേ 4ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോയ്ഫുൾ ഇംഗ്ലീഷ് ലേണിംഗ് ഡേ 4. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാമത്തെക്കുറിച്ചാണ്. നാമത്തിന് ഇംഗ്ലീഷ് എന്താ പറയുക? നൗൺ, NOUN. എന്താണ് നാമം? പേരുള്ള എല്ലാ വാക്കുകളും നാമമാണ്. ഇപ്പം നമ്മുടെ മുറിയിലേക്ക് നോക്കുക. ഈ മുറിയിൽ തന്നെ നാമങ്ങൾ ഏതൊക്കെയാണ്? ഫാൻ, അലമാര, കസേര, കട്ടിൽ, ഇതെല്ലാം നാമമാണ്. അപ്പോൾ ഈ നാമം മലയാളത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാണ്. മലയാളത്തിൽ നമ്മൾ ഒരു പൂർണ്ണമായ അർത്ഥം തരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഓട്ടം, ചാട്ടം, നീന്തൽ, ഇതെല്ലാം നാമമാണ്. അതൊരു പൂർണ്ണത വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ മലയാളത്തിൽ തന്നെ ആദ്യത്തെ എക്സർസൈസ് മലയാളത്തിൽ ഒരു 5-6 നാമത്തിൻ്റെ പേര് പറയുക. അതായത് ക്രിയ എന്ന് പറയുന്നത് നീന്തുക, ഓടുക, ചാടുക, അതിൻ്റെ എല്ലാം അവസാനം എന്താണ്? കായിലാണ് അവസാനിക്കുന്നത്. എന്നാൽ നാമം എങ്ങനെ അവസാനിക്കുക? അതൊരു പൂർണ്ണത തരുന്ന ശബ്ദമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഓടുക, അത് ക്രിയയാണ്, അതിൻ്റെ നാമം എന്താണ്? ഓട്ടം. ചാടുക, അത് ക്രിയയാണ്, അവസാനം കായിലല്ലേ അവസാനിക്കുന്നത്, അപ്പോൾ അതിൻ്റെ നാമം എന്താണ്? ചാട്ടം. കരയുക, അതിൻ്റെ നാമം എന്താണ്? കരച്ചിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നാമം ഉണ്ടാക്കാൻ പറ്റും. ഇത് മലയാളത്തിൽ കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇംഗ്ലീഷിൽ നമ്മൾ വരുമ്പോൾ ഒരു നാമം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ എൻഡിങ് നോക്കുക. ഇപ്പോൾ എൻഡിങ്ങിന് നമ്മൾ പറയുന്നത് സഫിക്സ് എന്ന വാക്കാണ്. അതൊന്നും നമ്മൾ ഓർക്കണ്ട, പക്ഷേ വാക്കുകൾ ഓർക്കുക. ചില വാക്കുകൾ TION അവസാനിക്കുന്നു, അത് നാമമാണ്. ഉദാഹരണം പറഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. പിന്നെ ചില വാക്കുകൾ ANC അവസാനിക്കുന്നു, ഗൈഡൻസ്. ചില വാക്കുകൾ OOR അവസാനിക്കുന്നു, ഡോക്ടർ, എഞ്ചിനീയർ. ചില വാക്കുകൾ ISM അവസാനിക്കുന്നു, ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം. പിന്നെ ചില വാക്കുകൾ DOM അവസാനിക്കുന്നു, കിങ്ഡം. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകളുടെ എൻഡിങ്. പിന്നെ ITY അവസാനിക്കുന്ന വാക്കുകളുണ്ട്, അത് നാമമാണ്, നെസസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നാമമാണ്. പിന്നെ നമ്മൾ നാമത്തെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി, ആ നാമത്തിന് മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ ചേർക്കാൻ പറ്റുമോ? ഉദാഹരണം പറഞ്ഞാൽ എ, ആൻ, ദ. ഈ വാക്കുകൾ ഒരു നാമത്തിന് മുമ്പ് ചേർത്താൽ മാത്രമേ മാച്ചിങ് ആവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ദ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. ദ എക്സെപ്ഷണൽ ബോളിംഗ് എന്ന് പറയുമ്പോൾ അതൊരു നാമമാണ്. ബോളിംഗ് എന്ന് പറയുന്നത് നാമമാണ്. ഇപ്പോൾ ഇത് സങ്കീർണമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പറയുകയാണ്, നാമം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത തരുന്ന ശബ്ദമാണ്. അപ്പോൾ ഈ നാമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിൽ വാക്ക് നാമമാണോ അതോ ക്രിയയാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നൗണിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില വാക്കുകൾ ഞാൻ പറയുന്നു, അത് നാമമാണോ നിങ്ങൾ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ചില വാക്കുകൾ, അത് ഞാൻ ഇനി ഇംഗ്ലീഷിലെ കാര്യം പറയാം. ഉദാഹരണം പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, അത് ആഡ്ജക്റ്റീവാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള. എന്നാൽ നമുക്ക് നാമം വേണ്ടത് എന്താണ്? അത് പൂർണ്ണമായ അർത്ഥം തരണം, അല്ലേ? അപ്പോൾ സൗന്ദര്യം, അതാണ് അതിൻ്റെ നാമം. അപ്പോൾ സൗന്ദര്യം എന്ന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ബ്യൂട്ടി. അപ്പം അത് നമ്മൾ ഓർമ്മിക്കുക. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട്, നമുക്ക് ഒരിക്കലും വാട്ട് എ ബ്യൂട്ടി ഷോട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആഡ്ജക്റ്റീവുകൾ അവസാനിക്കുന്നത് മലയാളത്തിൽ ഉള്ള എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ മായ, ഉള്ള, മായ, ഈ രണ്ടർത്ഥത്തിലാണ് ആഡ്ജക്റ്റീവ്സ് അവസാനിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സത്യസന്ധമായ, ചിന്തയുള്ള, നല്ല നിറമുള്ള, നല്ല മെയ്വഴക്കമുള്ള, ഇതെല്ലാം ആഡ്ജക്റ്റീവ്സാണ്. എന്താണ്? നാമവിശേഷണമാണ്. എന്നാൽ നാമങ്ങൾ ഈ വിശേഷണം എടുത്ത് മാറ്റിയാൽ മതി. എന്താണ്? മെയ്വഴക്കം, ചിന്ത, സൗന്ദര്യം, വിശ്വാസം, ഇതെല്ലാം നാമങ്ങളാണ്. ഈ നാമത്തിനൊക്കെ പല പല പേരുകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ഈ ബേസിക് കോഴ്സിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ നാമം എന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി നമ്മൾ പെട്ടെന്ന് റീക്യാപ്പ് പഠിക്കുന്നു. നാമം എന്ന് പറഞ്ഞാൽ പേരുടെ ശബ്ദമാണ്. ക്രിയയിൽ നിന്ന് നമുക്ക് നാമം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? എടുത്ത് മാറ്റി പൂർണ്ണത വാക്ക് കൊടുക്കുക. ചാടുക, അതിന് നാമം എന്താണ്? ചാട്ടം. അതുപോലെ ആഡ്ജക്റ്റീവ്, നല്ല ഓടുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഓടുന്ന എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്. അപ്പോൾ അതിനെ നമ്മൾ നാമമാക്കുമ്പോൾ ഓട്ടം, ആ കുട്ടിക്ക് നല്ല ഓടാൻ, ആ കുട്ടിയുടെ നല്ല ഓട്ടമാണ്. ഓട്ടം ആണ് എന്ന് പറയുമ്പോൾ ഓട്ടം അത് നൗണാണ്, പക്ഷെ ആണ് എന്ന് പറയുന്നത് ക്രിയയാണ്. അപ്പോൾ ഇത് നാമം എങ്ങനെ മലയാളത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, ഇംഗ്ലീഷിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ സമയം നമ്മൾ കണ്ടത്. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് ഒരിക്കൽ കൂടി ഇത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, നാമമുണ്ട്, ക്രിയയുണ്ട്, നാമവിശേഷണമുണ്ട്. നൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വീഡിയോ 1-2 തവണ കേട്ടാൽ പോരാ, പലതവണ നിങ്ങൾ കേൾക്കണം എന്ന് പറയുകയാണ്. താങ്ക് യു.